വയനാട് മുണ്ടക്കൈ ടൗൺഷിപ്പിൽ നിർമ്മിക്കുന്ന ഒരു വീടിന് 20 ലക്ഷം രൂപ ചെലവ് നിശ്ചയിച്ച് സർക്കാർ. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. ഗുണഭോക്താക്കൾക്ക് വീട് നിർമ്മിക്കുന്നതിനായി 7 സെന്റ് വീതം നൽകും. ഭൂമി പതിച്ചു നൽകുന്നതിന് വരുമാന പരിധി കണക്കാക്കില്ല. സുരക്ഷിതമല്ലാത്ത മേഖലയിൽ താമസിക്കുന്നവർക്ക് പരിഗണന നൽകും. വീട് മാറി താമസിപ്പിക്കേണ്ടവരുടെ പ്രത്യേക പട്ടിക തയ്യാറാക്കാനും തീരുമാനമായി. ഗോപാൽ ശീലാസനൽ ചേരുന്നു. ഗോപാൽ, വിശദാംശങ്ങൾ എന്താണ്? സെഫുദ്ദീൻ, ഇന്ന് നടന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനമുണ്ടായിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു വീട് നിർമ്മിക്കുന്നതിന് 20 ലക്ഷം രൂപ എന്ന തരത്തിലേക്കാണ് ഈ ക്രമീകരണം ഉണ്ടായിരിക്കുന്നത് എന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട 2B ലിസ്റ്റ്, അതായത് ഫേസ് 2B ലിസ്റ്റ് കൃത്യമായി തയ്യാറാക്കാനും ഇതിൽ വയനാട് ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത് നോ ഗോൺ സോണിന് 50 മീറ്റർ ചുറ്റളവിൽ സുരക്ഷിതമല്ലാത്ത മേഖലയിൽ താമസിക്കുന്നവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഫേസ് 2B ലിസ്റ്റ് തയ്യാറാക്കാനാകും വയനാട് ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിരിക്കുക. അടിയന്തരമായി പരിഹരിക്കേണ്ട വിഷയങ്ങൾ എന്തൊക്കെയാണെന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഈ പ്രത്യേക ലിസ്റ്റ് തയ്യാറാക്കുക എന്നത് തന്നെയാണ്. കൂടാതെ തന്നെ ഗുണഭോക്താക്കളുടെ വീട് നൽകുന്നത് 7 സെന്റ് വീതമുള്ള പ്ലോട്ടുകളായി തിരിച്ചുകൊണ്ടായിരിക്കും. അതിനായി ഈ ജില്ലാ കളക്ടർ നൽകിയിട്ടുള്ള ദുരന്തബാധിതരുടെ പട്ടിക 430 മുകളിലേക്ക് പോകാത്തതിനാലും അതിനോടൊപ്പം തന്നെ ഈ പ്രദേശത്ത് താമസിക്കുന്നതിന് പകരം ഈ 15 ലക്ഷം രൂപ വാങ്ങി ആ പണം വാങ്ങി ഇവിടെ നിന്ന് മാറി താമസിക്കാൻ അവരുടെ പേരും ഈ പട്ടികയിൽ നിന്ന് ഒഴിവാകും എന്നതിനാൽ തന്നെ ആദ്യഘട്ടത്തിൽ എൽസൺ എസ്റ്റേറ്റ് മാത്രമായിരിക്കും ഈ മേഖലയായി കണ്ടെത്തിയിട്ടുള്ളത്. ഇതിൽ 7 സെന്റ് വീതം ഭൂമി പ്ലോട്ടുകളായി തിരിച്ചുകൊണ്ട് നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഭൂമി പതിച്ചു നൽകുന്നതിന് ഒരു വരുമാന പരിധി ഉണ്ടാകില്ല. പക്ഷേ 12 വർഷത്തേക്ക് ഭൂമി അന്യാധീനപ്പെടുത്താനോ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനോ കഴിയില്ല എന്നും ഈ മന്ത്രിസഭാ യോഗം ഇന്ന് തീരുമാനിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഇപ്പോൾ നൽകി വരുന്ന 300 രൂപ മാസബത്തയുണ്ട്. ആ മാസബത്ത തുടർന്നും നൽകി പോകാനായിട്ടുള്ള തീരുമാനം ഉണ്ടായിട്ടുണ്ട്. ഇതിന് മേൽനോട്ടം വഹിക്കുന്നതിന് സ്റ്റേറ്റ് എംപവേർഡ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്താനും ഇന്നത്തെ യോഗം തീരുമാനിച്ചിരിക്കുന്നു. കൂടാതെ തന്നെ സപ്ലൈകോ മുഖേന ഈ വാടകയ്ക്ക് താമസിക്കുന്നവർക്കുള്ള കൂപ്പൺ 1000 രൂപയുടെ കൂപ്പൺ നൽകാനുള്ള തീരുമാനമുണ്ടായിട്ടുണ്ട്. ഈ സാധനങ്ങൾ വാങ്ങുന്നതിനും മറ്റ് ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഈ കൂപ്പൺ നൽകുന്നത്. ഈ കൂപ്പൺ ഒരു കൂപ്പണിന് 2 മാസം കാലാവധി എന്ന തരത്തിലേക്ക് നിശ്ചയിച്ചുകൊണ്ട് അതിന്റെ ക്രമീകരണം ഏർപ്പെടുത്താനും തീരുമാനിച്ചു.